നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്തെ UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബജറ്റിൽ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ആദ്യഘട്ട തുക വകയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് 25 ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് ആണ് പ്രഖ്യാപനത്തിലുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ദീർഘകാല വികസനവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്ത് പുതിയൊരു വികസന യുഗത്തിന് ചുവടുവെക്കുമെന്നാണ് വിലയിരുത്തൽ. വരുമാന വർധനവ്, അടിസ്ഥാന സൗകര്യ വികസനം, വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഭൂലഭ്യത നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാനുമുള്ള വിപ്ലവകരമായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ സാമ്പത്തിക ബാധ്യതകളെ ചൂണ്ടിക്കാട്ടി 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് സർക്കാരിന് ബാധ്യതയായി നൽകേണ്ടി വരുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ധവളപത്രത്തിൻ്റെയും പ്രകടന പത്രികയുടെയും അടിസ്ഥാനത്തിൽ സർവതല സ്പർശിയായ ഈ കന്നി ബജറ്റ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. 1.69 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.05 ലക്ഷം കോടി രൂപ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ റവന്യൂ കമ്മി 35,355 കോടി രൂപയാണ്. ബജറ്റിലെ ഏറ്റവും വമ്പൻ പ്രഖ്യാപനങ്ങളിലൊന്ന് കേരളത്തെ ഒരു ആഗോള തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള മിഷൻ സമുദ്ര പദ്ധതിയാണ്. തീരദേശങ്ങളെയും തുറമുഖങ്ങളെയും ടൂറിസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മുൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടും യാഥാർത്ഥ്യമാകാതെ പോയ വിഴിഞ്ഞം ഭൂഗർഭ റെയിൽവേ, വിഴിഞ്ഞം നവായിക്കുളം റിംഗ് റോഡ് എന്നിവ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്തിനും കൊല്ലത്തിനും ചുറ്റും നിർമ്മാണ മേഖലകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഹരിത ഇന്ധന സേവനം ലഭ്യമാക്കാൻ വിഴിഞ്ഞത്ത് ഗ്രീൻ ബങ്കറിംഗ് സൗകര്യവും മദർഷിപ്പുകൾ നിർമ്മിക്കാനായി കപ്പൽ നിർമ്മാണ കേന്ദ്രവും ആരംഭിക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിലൂടെ റോഡ്, സമുദ്ര, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം കൂട്ടിയിണക്കിയുള്ള ശക്തമായ ഒരു മാരിടൈം സമ്പദ് വ്യവസ്ഥയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൂടാതെ യുവാക്കളുടെ ഉന്നത വിദ്യാഭ്യാസവും വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റവും നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് 100 കോടി രൂപ ചെലവിൽ നോളജ് വാലി പദ്ധതി നടപ്പിലാക്കും. മറ്റൊരു വലിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങളിലൊന്ന് എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിൻ്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊരുക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. റബ്ബറിൻ്റെ തറവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസവുമാകും. വലിയ സാമ്പത്തിക വരുമാന സ്രോതസ്സുകൾ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന നികുതി നിരക്കുകളിൽ ബജറ്റ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്കായി നികുതി കുറച്ചു. 10 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങളുടെ നികുതി 5% നിന്ന് 3%, 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള വിഭാഗത്തിൻ്റേത് 8 നിന്ന് 5% കുറച്ചപ്പോൾ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങളുടെ നികുതി 10 നിന്ന് 15% ഉയർത്തി. ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കുമുള്ള 4% മുദ്രാവില നിരക്ക് വില്ലകൾക്കും ബാധകമാക്കിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി സീറ്റ് ഒന്നിന് 2000 രൂപയിൽ നിന്ന് 900 രൂപയായും സ്ലീപ്പർ സീറ്റിന് 3000 രൂപയിൽ നിന്ന് 1500 രൂപയായും കുറച്ചത് ട്രാവൽ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് പ്രതീക്ഷിച്ചിരുന്നു. അതായത് 3000 രൂപയിലേക്ക് എത്തിക്കും എന്നാണ് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം. അതിനാവശ്യമായിട്ടുള്ള ആദ്യഘട്ട തുക വകയിരുത്തൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തലിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും ഈ ഒരു ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. 500 രൂപയുടെയെങ്കിലും ഒരു വർധനവ് പ്രതീക്ഷിച്ചിരുന്നിടത്ത് 1 രൂപ പോലും ഇപ്പോൾ വർദ്ധിച്ചിട്ടില്ല. 2000 രൂപ തന്നെയാണ് ഈ മാസം മുതൽ ഇനി ലഭിക്കാൻ പോകുന്നത്.
25-ാം തീയതിക്ക് ശേഷം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിച്ചു തുടങ്ങും. അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ പറ്റിയുള്ള പരാമർശങ്ങളും ഇല്ല. ഈ ഒരു പദ്ധതി ഇനി തുടരുമോ അതല്ലെങ്കിൽ തുക ലഭിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലും വ്യക്തതയില്ല. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന സ്വകാര്യ ബസ് മേഖലയ്ക്ക് ആശ്വാസമായി നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചു. സ്വകാര്യ സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ടൂറിസ്റ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയും കുറയ്ക്കും. ഇതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്, സംസ്ഥാനത്തെ മോട്ടോർ വാഹന ലൈസൻസ് പരിശോധനാ രീതികളിൽ കാലാനുസൃതമായ പരിഷ്കാരവുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇനി മുതൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട എച്ച് എന്ന് പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ റിവേഴ്സ് ക്യാമറയുടെയും പാർക്കിംഗ് സെൻസറുകളുടെയും സഹായം തേടാൻ പരീക്ഷാർത്ഥികൾക്ക് അനുമതി നൽകും. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ പിൻപറ്റിയാണ് കേരളത്തിലും ഈ ഒരു സുപ്രധാന മാറ്റം നടപ്പിലാക്കാൻ അധികൃതർ തീരുമാനിച്ചതെന്നാണ് സൂചനകൾ. ഇതുവരെയുള്ള നിയമപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള റിയർ വ്യൂ ക്യാമറകളോ ഡിസ്പ്ലേകളോ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി വിലക്കിയിരുന്നു. വശങ്ങളിലെ സൈഡ് മീറ്റുകളും കാറിനുള്ളിലെ റിയർ വ്യൂ മീറ്റും മാത്രം നോക്കി കൃത്യമായി വാഹനം പിന്നോട്ട് എടുക്കുന്നവരെ മാത്രമാണ് പരീക്ഷയിൽ വിജയിപ്പിച്ചിരുന്നത്. എന്നാൽ പുതിയ തലമുറയിലെ ഭൂരിഭാഗം കാറുകളിലും റിവേഴ്സ് ക്യാമറകളും സുരക്ഷാ സെൻസറുകളും കമ്പനി ഫിറ്റഡ് ആയി തന്നെ ലഭ്യമാണ്. വാഹന നിർമ്മാണ മേഖലയിലുണ്ടായ ഒരു സാങ്കേതിക മുന്നേറ്റം മുൻനിർത്തി ഡ്രൈവിംഗ് പരീക്ഷകളും പരിഷ്കരിക്കണമെന്ന ആവശ്യം ദീർഘനാളായി ഉയരുന്നുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസകരമായിട്ടുള്ള പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റിയർ വ്യൂ ക്യാമറകൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തമായ ചില നിബന്ധനകളും മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പരീക്ഷാർത്ഥികൾ പൂർണ്ണമായും ക്യാമറ ഡിസ്പ്ലേയിലേക്ക് മാത്രം നോക്കി വാഹനം പിന്നോട്ടെടുക്കാൻ പാടുള്ളതല്ല. പരമ്പരാഗത ശൈലിയിലുള്ള സൈഡ് മീറ്റുകളും ഇൻസൈഡ് മീറ്റും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കണം വാഹനം നിയന്ത്രിക്കേണ്ടത്. റിവേഴ്സ് ക്യാമറയെ കേവലം ഒരു അധിക സഹായ ഉപാധിയായി മാത്രമേ പരിഗണിക്കാൻ അനുമതിയുള്ളൂ. ടെസ്റ്റിനിടെ ഉദ്യോഗാർത്ഥി സൈഡ് മീറ്റുകൾ ശ്രദ്ധിക്കാതെ പൂർണ്ണ സമയവും ഡാഷ്ബോർഡിലെ ക്യാമറ സ്ക്രീനിൽ മാത്രം നോക്കിയാണ് വാഹനം ഓടിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ അത് പരീക്ഷയിൽ അയോഗ്യത കൽപ്പിക്കാൻ കാരണമാകും. പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രയോജനം ലഭ്യമാകുന്നതിനൊപ്പം തന്നെ സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാനാണ് ഇത്തരം നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ ഒരു മാറ്റം ഡ്രൈവിംഗ് പരീക്ഷകൾ കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കും. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും signing off.